ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബ്രിസ്ബെയിൻ സിറ്റിയുടെ അടുത്തുള്ള മൗണ്ട് കൂത്ത എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ ബ്രിസ്ബെയിൻ സിറ്റി ലുക്ക് ഔട്ട് ഫുള്ള് നമുക്ക് കാണാം. പിന്നെ കുറച്ച് പാർക്കുകളും ഗാർഡൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാറ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ബ്രിസ്ബെയിൻ സിറ്റിയിൽ നിന്ന് ഇതാ ബസ് ഉണ്ട് ഇങ്ങോട്ട്. മൗണ്ട് കൂത്ത ലുക്ക് ഔട്ട് വയ ബൊട്ടാണിക്കൽ ഗാർഡൻ ഫ്രീ സർവീസ്. അപ്പോൾ ഇതാണ് ബ്രിസ്ബെയിൻ സിറ്റിയിലെ ബസ്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങി സുഖമായിട്ട് ഇവിടേക്ക് വരാം. ഇവിടെ ബസ് ഇറങ്ങിയാൽ ഇത് ആകെ ഇത്ര ദൂരേ ഉള്ളൂ. ജസ്റ്റ് ഒരു 2 minutes, നോട്ട് ഈവൻ 2 minutes, ജസ്റ്റ് 1 minute ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു നല്ലൊരു കൺവീനിയൻ്റ് ആണ് എല്ലാവർക്കും. ഇവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ അതൊരു പൂവുണ്ടാവും. കേരളത്തിലേക്ക് എല്ലായിടത്തും കാണുന്നൊരു ചെടിയും പൂവാണ്. പിന്നെ ഇവിടെ ചെടികളെല്ലാം വെട്ടി പാക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പകലാണ് ഇവിടെ വന്നിരിക്കുന്നത്, രാവിലെ. അതുകൊണ്ട് അധികം തിരക്കില്ല. വൈകുന്നേരം ആണെങ്കിൽ ഫുൾ കളർഫുള്ളായിരിക്കും, ഭയങ്കര ബിസി ആയിരിക്കും ഇവിടെ. അപ്പോൾ ഇപ്പോൾ അധികം തിരക്കില്ല. അപ്പോൾ ഞാനിതിൻ്റെ ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ബ്രിസ്ബെയിൻ സിറ്റിയും അതിനടുത്തുള്ള സബർബുകളെല്ലാം കാണാം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുറച്ച് ക്ലൗഡിയാണ്. അപ്പോൾ ആ കാണുന്നതാണ് ബ്രിസ്ബെയിൻ സിറ്റി. അപ്പോൾ ഞാൻ സൂം ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, 2-3 ബ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ മുകളിൽ വണ്ടികൾ പോകുന്നത് ചെറുതായിട്ട് കാണാം. ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് അവിടെ കാണാം. ഇതാണ് CBD. ഇതാണ് ഇവിടെ ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. പിന്നെ നമുക്കിത് ഇതിലൂടെ നോക്കാം. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഏത് ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷല്ലേ? യെസ്. കോൺഫിഡൻസേഷൻ ഓഫ് ദ കോയിൻ പുഷ് must have adult supervision. $1 എന്നാലും നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റ്. അതാണ് ബ്രിസ്ബെയിൻ റിവർ. ഇതാണ് ബ്രിസ്ബെയിൻ സിറ്റി. അപ്പം നമുക്ക് മൗണ്ട് കൂത്തയിൽ വന്നാൽ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സ് കയറി മുകളിൽ കണ്ടോ, ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്ന് നമുക്ക് കുറച്ച് ഹൈറ്റിൽ നിന്ന് ആ ലുക്കൗട്ട് ഒന്നും കൂടെ കാണാം. പിന്നെ ഫോട്ടോസ് എടുക്കേണ്ടവർക്ക് ഫോട്ടോസ് എടുക്കാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ വ്യൂ കാണാം. ഇങ്ങനെയാണ് സ്റ്റെപ്പുകൾ കയറി ഞാൻ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം.
അപ്പോൾ ഇത് മൗണ്ട് കൂത്തയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് അടിപൊളി പൂക്കൾ കാണാം. അമ്പലം തോന്നുന്നു അല്ലേ, അമ്പലം തോന്നുന്നു. പേരൊക്കെ എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്, കാണിക്കാൻ. എന്തായാലും നല്ല രസമുള്ള പൂക്കൾ, താമര പോലെ. സോറി, നല്ല രസമുണ്ടായാലും. ഇതിൻ്റെ ഒരു എൻട്രിയാണ്. ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് കുറേ നടക്കാനുണ്ട്. വാവ്. അപ്പോൾ ഇതാണ് മൗണ്ട് കൂത്ത വിസിറ്റർ ഇൻഫർമേഷൻ സെൻറ്റർ. ഇവിടെ പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിലൂടെ കയറിയിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഇൻഫർമേഷൻ മാപ്പ്. അതിൽ കുറേ കാണാനുണ്ട്. ഒരു നമ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മളുടെ സൗകര്യത്തിന്. 1 2 3 4 5 6. ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഒന്നും പോകുന്നില്ല, കാരണം അത് കുറേ സമയമെടുക്കും. അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് ഇതാണ്, ഗാർഡൻസ് എക്സ്പ്ലോർ ട്രയൽ. അതാണ് 30 minutes ആണ്. ടേക്ക് എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ് ആൻഡ് വിസിറ്റ് സം ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഫീച്ചേഴ്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മാപ്പ്. അപ്പോൾ ഞാൻ പോകുന്നത് ഈ മെറൂൺ കളറുള്ള നമ്പർ 1 ട്രാക്കിലൂടെ. പക്ഷേ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാം കവർ ചെയ്യാനാണ്. അത് നമുക്ക് വേറെ ദിവസം നോക്കാം. കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബോർഡ്, ബ്രിസ്ബൻ ബൊട്ടാണിക് ഗാർഡൻസ് മൗണ്ട്. ഇപ്പോൾ ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട് നമ്മൾ സൗകര്യത്തിൽ. അപ്പോൾ അത് ഫോളോ ചെയ്ത് പോയാൽ മതി. കണ്ടോ, ഇവിടെ നമ്പർ 1 ഉണ്ട്, അവിടെ നമുക്ക് നമ്പർ 6 കാണും. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് നമ്പർ 1. ഇത് ഏകദേശം ഒരു 30 minutes ആണ് എടുക്കുന്നത് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടുന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് അവിടെ കുറച്ച് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഹൈഡ് ആൻഡ് സീക്ക്, പാം ട്രീ ലോൺ, ഫിഗ് ട്രീ ലോൺ, ലൈച്ചി ട്രീ ലോൺ. ഇതൊക്കെ എവിടെയാണ് നമുക്ക് പോയി നോക്കാം. ഇതാണ് ഫിഗ് ട്രീ ലോൺ. അപ്പോൾ നമുക്ക് അങ്ങനെ വേണേൽ അങ്ങോട്ട് ഒരു വഴിയുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ റെയിൻ ഫോറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഏരിയയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ നമ്പർ 1 ഉണ്ട്, ആ നമ്പർ നോക്കി ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി. ഈ മരങ്ങളാണ്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. പോകുന്ന വഴിയിൽ ഒരാൾ കിടക്കുന്നുണ്ട്, ഒരു കൂസലും ഇല്ല, കണ്ട കിടക്കുന്നു. അപ്പോൾ ഇതൊരു ലോണാണ്, വളരെ മനോഹരം. ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ഒന്ന് പോയി നോക്കാം. ഇങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം. പല പല വഴികളാണ്. അങ്ങനെ പോവാം. ഒരു ചെറിയൊരു വാട്ടർഫോൾ പോലെ കാണാം.
നമ്മൾ കേരളം പോലെ തന്നെ ഉണ്ട്, കണ്ടോ? ഫുൾ മുളം കാടുകൾ, മുളം കൂട്ടം. അവിടെ ഒരാൾ മുളം മുറിക്കുന്നുണ്ട്. അവിടെ നല്ല രസമുണ്ട് കാണാൻ. അത്രയും ഹൈറ്റിലേക്ക് പോയിരിക്കുക. അവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം അവരുടെ പേരുകൾ ഇത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അതെല്ലാം എഴുതി വെച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ സൈഡിലൂടെ തന്നെ വെള്ളം പോകുന്നുണ്ട്, കണ്ടോ? ചാല് പോലെ. ഇതാണ് ജാപ്പനീസ് ഗാർഡൻ. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. വാവ്, ബ്യൂട്ടി അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ജാപ്പനീസ് ഗാർഡൻ അടിപൊളി. ഇവിടെ അങ്ങനെ പോവാം. അവിടെ എന്തോ ലോട്ടസ് ഉണ്ട് അതിനുള്ളിൽ, ലില്ലി, വാട്ടർ ലില്ലി. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഫോക്കസ് ചെയ്ത് കാണാം. ഇതാണ് ജാപ്പനീസ് ഗാർഡൻ. ഇത് നമ്മൾ കേരളത്തിലുള്ളൊരു ചെടി പോലെ തോന്നുന്നുണ്ട് എനിക്ക്, ഇതിൻ്റെ ഇല കണ്ടിട്ട്. പിന്നെ ഇതും നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും. ഇതിൻ്റെ പേരിപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ കിടക്കാം. ശരിക്കും നമ്മളെ നാട് പോലെ തന്നെ. അടിപൊളി. അപ്പോൾ നമ്മളങ്ങനെ ട്രോപ്പിക്കൽ ഡോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് ഉള്ളതെന്ന് നോക്കാം. ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊള്ളാലോ. അപ്പോൾ ഇവിടെ ഫേൺ ഹൗസ് ഇവിടെ ഉണ്ട്. നമുക്ക് ആദ്യം ട്രോപ്പിക്കൽ ഡോമിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോവാം. ലിമിറ്റ് ഓഫ് 20 customers. Wow, simply awesome. Tropical dome. നല്ല രസമുണ്ട് കാണാൻ. മീനാന്ന് തോന്നുന്നു. ഇതൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. നല്ല രസമുണ്ട് കാണാൻ. ചെടികളിൽ കുളിർക്കാം. മീനുകൾ പോകുന്നത്. ഇതാണ് ഫേൺ ഹൗസ്. ഇതിനുള്ളിൽ ഒന്ന് പോയി നോക്കാം. വൺ വേ ഇങ്ങനെയാണ് പോകുന്നത്. ഫേൺ വേ. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഫേൺ തന്നെ അല്ലേ? നമ്മുടെ നാട്ടിൽ കിണറിൻ്റെയും കുളത്തിൻ്റെ ഒക്കെ അരികിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ആ സെയിം സംഭവം തന്നെ.
ട്രീ ഫേൺസ്. ഇത് ഫുള്ള് ഫേൺസാണ്. ഇത് വലുതും ചെറുതുമായിട്ട് കുറേ ഉണ്ട്.